ലൈഫ് പദ്ധതിയുടെ പേരിൽ സർക്കാർ നടത്തുന്ന അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് രമേശ് ചെന്നിത്തല എംഎൽഎ പറഞ്ഞു. ഒട്ടും പര്യാപ്തമല്ലാത്ത തുകയാണ് ലൈഫിൽ വീട് നിർമ്മാണത്തിന് നൽകുന്നതെന്നും രമേശ് ചെന്നിത്തല കായംകുളത്ത് പറഞ്ഞു. ലൈഫ് പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന സർക്കാർ പ്രചരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് രമേശ് ചെന്നിത്തല എംഎൽഎ പറഞ്ഞു. കായംകുളം ഇടശ്ശേരി ജംഗ്ഷനിൽ കോൺഗ്രസ് നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം നിർധന കുടുംബത്തിന് പ്രവാസി വ്യവസായി ജോൺ മത്തായി സ്പോൺസർ ചെയ്ത വീടിന്റെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. കൊട്ടിഘോഷിച്ച് പറയുന്നുണ്ട് ലൈഫിൽ 4 ലക്ഷം വീട് നിർമ്മിച്ചു എന്ന്. 10 വർഷം കൊണ്ടാണ് ആലോചിക്കണം. എല്ലാ വർഷവും 5 ലക്ഷം വീട് നിർമ്മിച്ചു കൊടുത്തൊരു കാലമുണ്ടായിരുന്നു. മാത്രമല്ല 4 ലക്ഷം രൂപയ്ക്ക് ഏത് വീടാണ് വെക്കാൻ പറ്റുന്നത്? എനിക്കറിയാൻ വയ്യ. 4 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപയ്ക്ക് ലൈഫിൽ വീടെടുക്കുന്നവൻ പിന്നെ 4 ലക്ഷം രൂപ എടുത്ത് ചെലവാക്കണം. ഇല്ലെങ്കിൽ പകുതി പൂർത്തിയായി കിടക്കുകയാണ്. MLA എന്നുള്ളതിൽ ഏറ്റവും വലിയ എൻ്റെ പ്രശ്നം, ഞാൻ ഈ ശനി ഞായറും ഹരിപ്പാട് വരുമ്പം സാറേ പകുതിയായി പൂർത്തീകരിക്കണം. ഇപ്പം സിമെന്റിൻ്റെയും കമ്പിയുടെ ഒക്കെ വില വളരെ കൂടിയത് കൊണ്ട് 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് നിർമ്മിക്കാൻ പറ്റില്ല. ഇപ്പം മത്സരമാണ്. പ്രധാനമന്ത്രി പറയുന്നു അവരാ കൊടുത്തത്, ഇവർ പറയുന്നത് ഇവരാ കൊടുത്തത്. ഏതായാലും 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് മാർക്കും നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പണ്ടായിരുന്നെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൊടുക്കുമായിരുന്നു. ഫിഷറീസ് വകുപ്പ്, പട്ടികജാതി വകുപ്പ്, അങ്ങനെ നിരവധി വകുപ്പുകൾ ബ്ലോക്കിൽ നിന്ന് വീട് കിട്ടുമായിരുന്നു. ഇപ്പം അതെല്ലാം കൂടി ചേർത്താണ് ഈ ലൈഫ്. അപ്പം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വീട് കിട്ടുക വലിയ പ്രയാസമായി, നിർമ്മിക്കുക വലിയ പ്രയാസകരമായി. 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീടും നിർമ്മിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ലൈഫ് പദ്ധതിയിൽ 4 ലക്ഷം വീട് നൽകി എന്നാണ് പറയുന്നത്. ഇത് 10 വർഷം കൊണ്ടാണ്. അതേസമയം വർഷാവർഷം 5 ലക്ഷം വീടുകൾ നിർമ്മിച്ച കാലം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ലൈഫ് പദ്ധതിയിൽ ഒരു വീടിന് 4 ലക്ഷം രൂപ മാത്രമാണ് നിർമ്മാണത്തിനായി നൽകുന്നതെന്നും ഇത് ഏറ്റവും അപര്യാപ്തമായ തുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.